അപ്പോൾ ഗൈസ്, അപ്പോൾ ഞാൻ പറയാൻ വന്നത് ഇന്നത്തെ മെയിൻ വിഷയം എത്രയായി, നമ്മൾ വണ്ടി എടുത്തിട്ട് എത്രയായി, അതായത് ദിവസമല്ല കേട്ടോ, എത്ര രൂപയായി നമ്മൾ വണ്ടി എടുത്തതിന് എത്രയായി, നമ്മൾ ഏകദേശം എത്ര രൂപ നമ്മളെ വണ്ടിയിൽ കയറ്റി, അതായത് എടുത്തതിന് ശേഷം നമ്മൾ വണ്ടിയിൽ എത്ര റുപ്യ കയറ്റിയെന്നുള്ളതൊക്കെ കറക്റ്റ് വീഡിയോ പറഞ്ഞുതരാനാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ വണ്ടി എടുത്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 1 ഇയർ ആവുന്നുണ്ട്, 1 ഇയർ അടുത്തായി. അതിന് മുമ്പ് 800 കുറേ ആൾക്ക് വീഡിയോ കറക്റ്റ് കാണുന്നവർക്ക് അറിയാൻ മതിയാവും, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം വണ്ടി എടുത്തിട്ട് ഏകദേശം 1 ഇയറിന് അടുത്തായി. വണ്ടി എടുത്ത് എത്രയാണെന്ന് വെച്ചാൽ 42,000 റുപ്യക്കേന് 2004 മോഡൽ, AC ഇല്ല, പവർ സ്റ്റാറിങ് ഇല്ലാത്ത വണ്ടി, 2004 മോഡൽ LX, 42,000 റുപ്യക്ക്. 42,000 റുപ്യക്ക് വാങ്ങിയ വണ്ടിയാകുമ്പം അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിനി. അപ്പം അതൊക്കെ റെഡിയാക്കി. പിന്നെ ഘട്ടം ഘട്ടമായിട്ടാണ് നമ്മളിതിലേക്ക് AC, പവർ സ്റ്റാറിങ്, അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഇതിലേക്ക് നമ്മൾ കയറ്റിയിട്ടുള്ളത്. അതായത് പല പല സാധനങ്ങളും കയറ്റിയിട്ടുണ്ട്. AC, പവർ സ്റ്റാറിങ് ഒക്കെ അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഓരോരോ സംഭവങ്ങളും ഘട്ടം ഘട്ടമായിട്ട് ഇങ്ങനെ കയറ്റിയായിരുന്നു. എന്തൊക്കെ കയറ്റിയെന്ന് വെച്ചാൽ AC കയറ്റി, പവർ സ്റ്റാറിങ് കയറ്റി, നമ്മളിതാ ആൻഡ്രോയിഡ് സ്റ്റീരിയോ കാര്യം കയറ്റി, അതേപോലെ തന്നെ കൂളിങ്, പിന്നെ ബമ്പർ ലിപ്പ്, അതേപോലെ തന്നെ സൈഡ് സ്കേർട്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ കയറ്റിയിട്ടുണ്ട്. അപ്പം ഒക്കെപ്പാടെ ഏകദേശം 42-ന് വാങ്ങിയ വണ്ടി നമുക്ക് വർക്ക് കഴിഞ്ഞപ്പോൾ ഏകദേശം 1.10 ആ റേഞ്ചിലൊക്കെ എത്തിയിട്ടുണ്ട് വണ്ടീൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ. എൻ്റെ അടുക്ക് എൻജിൻ പണി ആയിരുന്നു കേട്ടോ. അതിൻ്റെ പ്രശ്നം കൊണ്ട് തന്നെയാണ്, വെള്ളമില്ലാതെ ഓടിയിട്ടാണ്, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. ഞാനായിട്ട് പറഞ്ഞതാണ്. അങ്ങനെ എൻജിൻ പണിയും കാര്യമൊക്കെ ആയിന്. അതൊക്കെ നമ്മൾ റെഡിയാക്കി, എല്ലാ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ റെഡിയാക്കി. അപ്പം ഏകദേശം 1.20, 1.25 വണ്ടിക്ക് പുറമല്ല കേട്ടോ, വണ്ടി അടക്കം 42, പിന്നെ ഒരു 42-ൻ്റെ പുറമേ അല്ല, 42 ഇൻക്ലൂഡ് ആയിട്ടാണ്ടോ 1.25 ഏകദേശം ഒരു 10,000 റുപ്യ, 80, 90, 19,000 റുപ്യ ഇപ്പോൾ ചിലവാക്കിയിട്ടുണ്ടാവും. അതായത് പവർ സ്റ്റാറിങ്ങിന് ഒക്കെ പാടെ, ACക്ക് ഒക്കെ പാടായിട്ട് ഒരു 10-15 റുപ്യ ആയിട്ടുണ്ട്. അതൊക്കെ ഒരു ആക്രിയിൽ നിന്ന് എടുത്താൽ കേട്ടോ, അത് വേറെ കാര്യം. അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞുതരാം അതെങ്ങനെ എടുത്ത കാര്യങ്ങളൊക്കെ. ഒരു ആക്രിയിൽ നിന്ന് നാക്കിന് കിട്ടിയാണ്. അതേപോലെ ഈ സീറ്റും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഒരു നാക്കിന് കിട്ടിയാണ്. അതേപോലെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ ആണെങ്കിലും ഏകദേശം 8,500 ആൻഡ്രോയിഡ് സ്റ്റീരിയോ വന്നിന്. ACൻ്റേതാണെങ്കിലും സെപ്പറേറ്റ് ACക്ക് തന്നെ ഒരു 4,500-5,000 റുപ്യ ACക്ക് വന്നിട്ടുണ്ട്. പവർ സ്റ്റാറിങ്, കൂളിങ്, എൻജിൻ പണി, പിന്നെ അങ്ങനെ കുറേ ഉണ്ട്, പറയാനാണെങ്കിൽ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അലോയ് പിന്നെ പഴയ അലോയില്ലേ, നമ്മളെ വണ്ടിക്കുള്ള അലോയ് വീലും കാര്യങ്ങൾ തന്നെയായി നമ്മൾ ഇതേക്ക് കയറ്റി. ജസ്റ്റ് പണ്ട് 800 മാരുതി 800. അത് ഏകദേശം ഒരു കൊല്ലത്തോളം ഉപയോഗിച്ച വണ്ടിയാണ്. അതിനുശേഷം കൊടുത്ത് അലോയ് അപ്പോൾ കൊടുത്തില്ല, അതിന് അലോയ് തന്നെയാണ് നമ്മൾ അൾട്ടോക്ക് ഇട്ടത്. അലോയിൻ്റെ റേറ്റും കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. ഏകദേശം 14,500-നാണ് അലോയ് എടുത്ത്. ടയർ നമ്മൾ EMI ഇട്ടിട്ട് മുക്കണ്ട ടയേഴ്സ് കോഴിക്കോട്, അവിടുന്ന് ഏകദേശം ഒരു 12,600 ആ റേറ്റ് വന്നിരുന്നത്. ടോട്ടൽ 4 ടയറിന് അങ്ങനെയാണ് എടുത്ത്. അപ്പം ഇതാണ് പറഞ്ഞു തന്നെ, ഏകദേശം 42 വണ്ടിക്ക് ഏകദേശം 1.20 അടുത്ത്, 42 ഇൻക്ലൂഡ് ആക്കിയിട്ട് 1.20 അടുത്ത് ഒരു 80,000 റുപ്യോളം ഞാൻ അതിന്മേൽ കയറ്റിയിട്ടുണ്ട്. നോക്കണ്ട, വണ്ടിയാകുമ്പോൾ കയറ്റും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഏകദേശം ആ റേറ്റ്. പക്ഷെ ഇപ്പം പക്ക അൽഹംദുലില്ലാ അടിപൊളി വണ്ടി കേട്ടോ, ഒരു രക്ഷയില്ല. നല്ല ഓടിക്കാനാണെങ്കിലും ഒക്കെ കംഫർട്ടാണ്. ഏത് സംഭവം നോക്കുകയാണെങ്കിലും നല്ല ചുമണ്ട്, അടിപൊളിയാണ്. എന്താണ് നമ്മളെ ബാക്കിലെ ആ ഒരു സോളാറിൻ്റെതാണ് കാണുന്നത്, ഡബിൾ ഐ ആക്കാം. ഇങ്ങനെ ഓരോരോ കമ്പത്തിനനുസരിച്ച് ഇങ്ങനെ വാങ്ങണതാണ് ഓരോന്ന്, വില നോക്കിയിട്ടല്ല. ഇതിനോടൊരു കമ്പാണ് നമുക്ക്, എന്താ വെച്ചാൽ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് വണ്ടി ഇറക്കണം എന്നുള്ള. അപ്പം ഏകദേശം അത്രയാണ്. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ജസ്റ്റ് കാണാം. അപ്പം ഓക്കെ, ബൈ.